കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിന്റെ ബാക്കിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ശ്രദ്ധയോടെ പഠിക്കുക. നിങ്ങൾ പഠിക്കുന്നത് ലേൺ വിത്ത് സ്മിത ടീച്ചർ എന്ന യൂട്യൂബ് ചാനൽ. സ്മിത ടീച്ചറിന്റെ കൂടെയാണ്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരമാകുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഈ ക്ലാസ്സുകളെ പറ്റി പറയണം. നോട്ട് എഴുതാനും എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാനും ഒക്കെ സിമ്പിളായിട്ട് ചെറിയ വീഡിയോ ക്ലാസ്സുകളാണെന്ന് അവരോട് പറയണം. ക്ലാസ്സിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. സെൽഫ് ഇൻഡക്ഷൻ എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. സെൽഫ് ഇൻഡക്ഷൻ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ള പ്രീവിയസ് നോളജ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനെക്കുറിച്ച് കൃത്യമായൊരു ഓർമ്മയുണ്ടെങ്കിൽ സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ കുറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്നും കൂടെ ഒന്ന് ഓർത്തെടുക്കാം. A magnetic field is developed around a current carrying conductor. ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ആ പാസ് ചെയ്യുന്ന കറണ്ട് AC ആണെങ്കിൽ when AC passes through a conductor a change in magnetic field ആണ് ഉണ്ടാകാൻ പോകുന്നത്. ഒന്നാമത്തേത് കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അത് തന്നെ AC ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഉണ്ടാകുക. എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്ന ഫ്ലക്സ് ഡെൻസിറ്റി വേരി ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഉണ്ടാകുക. കാരണം ഓൾട്ടർനേറ്റിംഗ് കറണ്ടില് അതിന്റെ മാഗ്നിറ്റ്യൂഡിൽ എപ്പോഴും വ്യത്യാസം വരുന്നു. ഒരു 0യിൽ നിന്ന് കൂടി കുറയുന്നത് നമ്മൾ ഓർമ്മയുണ്ട്. അപ്പൊ അതുകൊണ്ട് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഉണ്ടാകുന്നത്. ഇനി ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു കണ്ടക്ടറിൽ EMF ഉണ്ടാകും എന്ന് നമ്മൾ അടുത്തായിട്ട് പഠിച്ചിട്ടുണ്ട്. ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ സോളിനോയിഡ് കണ്ടക്ടർ എന്ന് കൂട്ടിയാൽ മതി. ഇവിടെയും നമ്മൾ കണ്ടക്ടർ എന്ന് പറഞ്ഞെങ്കിൽ സോളിനോയിഡ് എടുത്താലും മതി. എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദിസ് സോളിനോയിഡ് ഡെവലപ്പ് ആൻഡ് EMF ഇൻ ദി സോളിനോയിഡ്. ഇതും നമ്മൾ പഠിച്ചതാണ്. ചേഞ്ച് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സോളിനോയിഡിൽ EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു. മനസ്സിൽ ഒന്നുകൂടി ഒന്ന് ഉറപ്പിച്ച്, എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡെവലപ്ഡ് അറൌണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ആ കറണ്ട് AC ആണെങ്കിൽ AC പാസസ് ത്രൂ ദി കണ്ടക്ടർ. ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഫ്ലക്സ് ചേഞ്ച് ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് അവിടെ ഉണ്ടാകുന്നത്. മൂന്നാമത്തെ പോയിന്റോ, ഒരു ഫ്ലക്സ് ചേഞ്ച് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന സോളിനോയിഡിൽ അഥവാ കണ്ടക്ടറിൽ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. നമ്മൾ പറഞ്ഞ ഈ മൂന്ന് കാര്യവും ഈ ഒരു സർക്യൂട്ടിലേക്ക് നമ്മളൊന്ന് അസൈൻ ചെയ്യുകയാണ്. അപ്പോൾ ഈ സർക്യൂട്ടിൽ കൂടി കണ്ടക്ടറിൽ കൂടി ഇതിലെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡെവലപ്ഡ് അറൌണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ദാറ്റ് ഈസ് ലിങ്ക്ഡ് വിത്ത് ദി സോളിനോയിഡ്. നമ്മളുടെ ഈ സോളിനോയിഡ് ഭാഗത്താണ് ഇത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾ AC ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ സോളിനോയിഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. മൂന്നാമത് ചേഞ്ച് ഇൻ ഫ്ലക്സിലാണ് നമ്മളുടെ ഈ സോളിനോയിഡ് ഇപ്പോഴിരിക്കുന്നത്. ഈ സെയിം കണ്ടക്ടറിലാണെങ്കിൽ കൂടി ഈ സോളിനോയിഡിന്റെ ഭാഗം ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു ഒരു പുതിയ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ EMF നമ്മളിവിടെ അപ്ലൈ ചെയ്ത EMFന്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അതിൻ്റെ പ്രത്യേക ലോ ഒക്കെ ഉണ്ട്, അങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞുള്ള ആ ലോകളും കുറച്ചും കൂടെ ഡീപ്പായിട്ടും എല്ലാം നമ്മൾ ഹയർ ക്ലാസ്സസിലാണ് പഠിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഓർക്കാം, ഏതൊരു ആക്ഷനും ഓപ്പോസിറ്റ് ഒരു റിയാക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അപ്ലൈ ചെയ്യുന്ന EMFന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന EMF. അപ്പോൾ സെയിം സോളിനോയിഡില് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതൊരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് അതിലിരിക്കുന്ന സോളിനോയിഡില് അതേ സെയിം കണ്ടക്ടറിൽ തന്നെ ഒരു
EMF പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദി അപ്ലൈഡ് EMF. അപ്ലൈ ചെയ്യുന്ന EMFന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് അത് ഇഫക്റ്റീവ് EMFനെ, ഈ സർക്യൂട്ടിലെ ഇഫക്റ്റീവ് വോൾട്ടേജിനെ അഥവാ EMFനെ റിഡ്യൂസ് ചെയ്യും, കുറച്ചു കളയും. അതിനെയാണ് നമ്മൾ, ഈ ഫിനോമിനെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ജനറേറ്റ് ചെയ്ത EMF ഈസ് ഇൻ ദി സെയിം സോളിനോയിഡ് ബട്ട് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണത് ഓഫ് ദി അപ്ലൈഡ് EMF. സോ ഇറ്റ് ഈസ് കോൾഡ് ബാക്ക് EMF. ബാക്ക് EMF reduces the effective voltage in the circuit without loss of power. ബാക്ക് EMF ചെയ്യുന്നത് ഇഫക്റ്റീവ് വോൾട്ടേജിനെ റിഡ്യൂസ് ചെയ്യും, എന്നാൽ പവർ ലോസ് ഉണ്ടാവുകയുമില്ല. അപ്പൊ ആ രണ്ട് കാര്യങ്ങളാണ്. റിഡ്യൂസസ് ഇഫക്റ്റീവ് വോൾട്ടേജ്, ഒന്നാമത്തെ പോയിന്റ്, വിതൗട്ട് ലോസ് ഓഫ് പവർ. സെൽഫ് ഇൻഡക്ഷൻ ഒന്ന് ഡിഫൈൻ ചെയ്യാം. ദി ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് AC. ACയുടെ ഫ്ലോ കൊണ്ടുണ്ടായ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് വിൽ ജനറേറ്റ് എ ബാക്ക് EMF ഇൻ ദി സെയിം സോളിനോയിഡ്. സെയിം സോളിനോയിഡില് ഒരു ബാക്ക് EMF ഉണ്ടാക്കുന്നു ഇൻ ദി ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദി അപ്ലൈഡ് EMF. അപ്ലൈ ചെയ്ത EMFന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് സെൽഫ് ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ടെക്സ്റ്റിലെ ഒരു എക്സ്പെരിമെന്റും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമുക്കത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ആക്കി മാറ്റാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് 2 എക്സ്പെരിമെന്റിന്റെ സർക്യൂട്ട് ഡയഗ്രാംസ് തന്നിട്ടുണ്ട്. അതിൽ ഒന്നൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ എന്ത് വ്യത്യാസമാണ് എന്ന് നോക്കാം. ഇവിടെ 6 വോൾട്ട് DC ആണ് സപ്ലൈ ചെയ്തിരിക്കുന്നത്, ഇവിടെ 6 വോൾട്ട് AC ആണ് സപ്ലൈ ചെയ്തിരിക്കുന്നത്. സ്വിച്ച് ഉണ്ട്, രണ്ടിടത്തും സ്വിച്ച് ഉണ്ട്. പിന്നെയുള്ളത് സർക്യൂട്ടിൻ്റെ ഒരു ഭാഗം സോളിനോയിഡ് ആയിട്ട് രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു, കമ്പിച്ചുരുളാക്കി മാറ്റിയിരിക്കുന്നു. രണ്ടിൻ്റെ ഉള്ളിലും ഒരു സോഫ്റ്റ് അയൺ കോർ ഒരുപോലെ വെച്ചിട്ടുള്ള സർക്യൂട്ടുകളാണ്. രണ്ടിലേക്കും ഒരു 3 വാട്ട് ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ചോദിക്കുന്നത്, സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോൾ ഇതിൽ ഏത് ബൾബിനാണ് ലോ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്, പ്രകാശ തീവ്രത കുറവ് ഏതിനാണ്? അപ്പോൾ കണ്ടെത്തിയപ്പോൾ പ്രകാശ തീവ്രത കുറവ് ഏതിനാന്ന് ചോദിച്ചാൽ AC സപ്ലൈ ചെയ്ത B സർക്യൂട്ടിലാണ് ലോ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കണ്ടത്. അപ്പോൾ അതിൻ്റെ കാരണം ഇപ്പം നമ്മൾ പറഞ്ഞതനുസരിച്ച് നമുക്ക് അറിയാം. ദിസ് ഈസ് AC ഉള്ള സർക്യൂട്ടുകളിൽ ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്തു. ഈ ബാക്ക് EMF മൂലം ഈ സർക്യൂട്ടിലെ ഇഫക്റ്റീവ് വോൾട്ടേജ് കുറഞ്ഞു പോയി. അങ്ങനെ വോൾട്ടേജ് കുറഞ്ഞതുകൊണ്ടാണ് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഡിക്രീസ് ചെയ്തത്. ഹിയർ AC ഈസ് അപ്ലൈഡ്. ഡ്യൂ ടു AC ഇവിടെ എന്ത് സംഭവിച്ചു? എ ബാക്ക് EMF ഈസ് ക്രിയേറ്റഡ് ഇൻ ദി സോളിനോയിഡ്. അതുകൊണ്ട് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കുറഞ്ഞു. കാരണം ഇഫക്റ്റീവ് ദിസ് ബാക്ക് EMF റിഡ്യൂസസ് ഇഫക്റ്റീവ് വോൾട്ടേജ്. അപ്പോൾ എന്നാലും നമുക്ക് രണ്ടും ഒന്ന് പരിശോധിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് രണ്ടിലും ഉണ്ടാകുന്നുണ്ട്. കാരണം AC ആണെങ്കിലും DC ആണെങ്കിലും സർക്യൂട്ടിൽ കൂടി കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അപ്പോൾ ഏത് സർക്യൂട്ടിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇൻ വിച്ച് സർക്യൂട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡെവലപ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോത്ത് A ആൻഡ് B മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡെവലപ്ഡ്. മാഗ്നറ്റിക് ഫീൽഡ് രണ്ടിലും ഉണ്ടാകും. പക്ഷെ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്, ഫ്ലക്സ് ഡെൻസിറ്റി കുറവും കൂടുതലുമായിട്ട് AC-യുടെ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കുറഞ്ഞ കറണ്ട് ഉള്ളപ്പോൾ കുറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ്, കൂടിയ കറണ്ട് ഉള്ളപ്പോൾ കൂടിയ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സിൽ എന്ന് പറയുന്ന അവസ്ഥ ഇവിടെ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിലിരിക്കുന്ന സോളിനോയിഡിലെ EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടുള്ളൂ. ഒരു പ്രത്യേകത, സെയിം സർക്യൂട്ട് തന്നെയാണ്, അതിൽ തന്നെയാണ്
സെയിം സോളിനോയിഡ്, ആ സർക്യൂട്ടിൻ്റെ ഭാഗമായ സെയിം സോളിനോയിഡിലാണ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തതും. അത് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് EMF പ്രൊഡ്യൂസ് ചെയ്തതും. അങ്ങനെ ഉണ്ടായത് ഈ സെയിം AC-യുടെ സെയിം ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഇഫക്റ്റ് മൂലമായതുകൊണ്ട് അതിൻ്റെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ, അതിൻ്റെ ഡയറക്ഷനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന EMFൻ്റെ ഡയറക്ഷൻ. അതുകൊണ്ട് ഇഫക്റ്റീവ് വോൾട്ടേജ്, ഇഫക്റ്റീവ് EMF ഇവിടെ റിഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ ഇതാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന ഫിനോമിനൻ. നമ്മുടെ ടെക്സ്റ്റ് പൂരിപ്പിച്ചെടുക്കാറുണ്ട് നമ്മൾ. അപ്പോൾ ഏത് സർക്യൂട്ടിലാണ് ലോഗ് ലോയ്? ബിയിലാണ്. മാഗ്നറ്റിക് ഫീൽഡ് 2ലും ഉണ്ട്, എന്നാൽ വേരിയം മാഗ്നറ്റിക് ഫീൽഡ് ബിയിൽ മാത്രമാണ്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് EMF ഇൻഡ്യൂസ് ചെയ്യുന്നതും ബിയിൽ മാത്രമാണ്. ഇവിടെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ ബുക്കിലേക്ക് എഴുതുക. ദ റീസൺ ബിഹൈൻഡ് ദ ഡിക്രീസ് ഇൻ ദി ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഡിക്രീസ് ചെയ്യാൻ എന്താണ് കാരണം? ദി ബാക്ക് EMF പ്രൊഡ്യൂസ്ഡ് വിൽ റിഡ്യൂസ് ദി ഇഫക്റ്റീവ് വോൾട്ടേജ് ഇൻ ദി സർക്യൂട്ട്. അതുകൊണ്ടാണ് ആ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞത്. ഇൻഡക്ടർ ഉപയോഗിച്ച്, സെൽഫ് ഇൻഡക്ഷൻ എന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഇൻഡക്ടർ. നമുക്കിനി ഇൻഡക്ടറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം. ഞാനിങ്ങനെ എഴുതി കാണിക്കുന്നതെല്ലാം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അത് മൊത്തം കൂടി ഒരു അല്പമേ എഴുതി വെക്കാൻ കാണുള്ളൂ. വീഡിയോ കാണുന്നതിനൊപ്പം ബുക്കിൽ എഴുതിയും കൂടി പോകണം. പിന്നീട് അത് റിവൈസ് ചെയ്ത് നന്നായിട്ട് പഠിക്കുകയും ചെയ്യണം. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ടർ, സെൽഫ് ഇൻഡക്ഷൻ. What is inductor? Inductor are coils used to oppose the changes in the electric current in a circuit. അപ്പോൾ ഇൻഡക്ടറിന്റെ ഒരു മെയിൻ ഭാഗം എന്ന് പറയുന്നത് കോയിലാണ്. നമ്മളുടെ സോളിനോയിഡ് ആകൃതിയിൽ ചുറ്റിയെടുത്തിരിക്കുന്ന കോയിലാണ്. അത് എന്ത് ചെയ്യും? വിച്ച് ഒപ്പോസ് ദ ചേഞ്ചസ് ഇൻ ദി ഇലക്ട്രിക് കറന്റ് ഇൻ എ സർക്യൂട്ട്. ഇനി മറ്റൊരു രീതി പറഞ്ഞാലോ, ഇൻഡക്ടേഴ്സ് യൂസ്ഡ് ടു റിഡ്യൂസ് കറന്റ് in a circuit to a desired value without loss of power. പവറിൽ ഒരു ഡിഫറൻസും ഉണ്ടാകുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡക്ടേഴ്സ് AC സർക്യൂട്ട്സിലാണ് ഉപയോഗിക്കുന്നത്. കാരണം DC സർക്യൂട്ടിൽ ഇൻഡക്ടേഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവിടെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുകയില്ല, ബാക്ക് EMFും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ഇൻഡക്ടേഴ്സ് ഒപ്പോസ് ദ ചേഞ്ച് ഇൻ ഇലക്ട്രിക് കറന്റ് ഫ്ലോ വിതൗട്ട് എനർജി ലോസ്. അതുകൊണ്ടാണ് നമ്മൾ AC സർക്യൂട്ടിൽ ഇൻഡക്ടേഴ്സ് ഉപയോഗിക്കുന്നത്. നമുക്ക് കറണ്ട് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് റെസിസ്റ്റർ ഉപയോഗിക്കാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഈ റെസിസ്റ്റേഴ്സ് ആണ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻഡക്ടേഴ്സ് യൂസ് ചെയ്യുന്നെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വാട്ട് ഇസ് ദ ഡിസഡ്വാൻറ്റേജ്? ഈ റെസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ടു ഡിക്രീസ് കറന്റ്. കറണ്ട് കുറയ്ക്കാൻ വേണ്ടി റെസിസ്റ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്താണ് വ്യത്യാസം? ഇൻഡക്ടർ ആണ് ഉപയോഗിക്കുന്നത്, എന്താണ് ഗുണം? അവിടെ പവർ ലോസ് ഇല്ല. പക്ഷെ റെസിസ്റ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എനർജി ലോസ് ഇൻ ദി ഫോം ഓഫ് ഹീറ്റ്. DC സർക്യൂട്ടില് ഇൻഡക്ടേഴ്സ് ഉപയോഗിക്കുന്നില്ല. പിന്നെ എന്താ ഉപയോഗിക്കുക? DC സർക്യൂട്ടില് റെസിസ്റ്റേഴ്സ് ആണ് ഉപയോഗിക്കുക. റെസിസ്റ്റേഴ്സെ ഉപയോഗിച്ചേ കറണ്ട് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ഇൻഡക്ടേഴ്സ് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണ്? അവിടെ ബാക്ക് EMF DC ഉപയോഗിച്ച് നമുക്ക് ബാക്ക് EMF പ്രൊഡ്യൂസ് ചെയ്ത് കറണ്ട് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇൻ DC നോ ബാക്ക് EMF ഈസ് പ്രൊഡ്യൂസ്ഡ്. സിംബൽ ഓഫ് ഇൻഡക്ടർ, ഇത് നമ്മുടെ ടെക്സ്റ്റിൽ വരച്ചിട്ടേക്കുന്നതാണ്. നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു പോയിന്റ് പോലും നമുക്ക് വിട്ടുകളയാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്നറിയോ, അത്രയും കുറവേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ പഠിക്കാനുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ഒരു കുറച്ച് ഭാഗം പോലും ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത് വരച്ച് ബുക്കിലേക്ക് വരച്ചെടുക്കുക. സിമ്പിളാണ് സിംബൽ ഓഫ് ഇൻഡക്ടർ. ഇനി നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഇപ്പൊ നമ്മൾ കുറെ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടു. അതെല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്യാമോ? നോട്ട്ബുക്കിലേക്ക് എഴുതുക. ബേസിക് ആയിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി പ്രവർത്തിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇതെല്ലാം. അതിൽ ഒന്നും കൂടി ഒന്ന് തരംതിരിച്ചങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. ട്രാൻസ്ഫോമർ ആണെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആയിരിക്കും. ദെൻ ഇൻഡക്ടർ ആണ് സെൽഫ് ഇൻഡക്ഷൻ ആയിരിക്കും. ജനറേറ്ററിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ദെൻ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന
മൂവിംഗ് കോയിൽ മൈക്രോഫോണിന്റെ വർക്കിംഗ്, അതിന്റെ പ്രിൻസിപ്പിളും ഒക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇത് ഓരോ പോയിന്റും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഒരു പാർട്സ്, അതിന്റെ പ്രവർത്തനം സീക്വൻസ് ആയിട്ട് ഓരോന്ന് സ്റ്റെപ്പായിട്ട് അതിന്റെ സ്റ്റെപ്പും നമുക്ക് മാറ്റിയിട്ടൊക്കെ ചോദിക്കും. അപ്പൊ അതങ്ങനെയൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ് ആണ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. അത് നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിൽ അടിപൊളിയായിട്ട് പഠിച്ചേക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള കമന്റ് ബോക്സിൽ ഇടണം. ഒരു ക്ലാസ് കണ്ടിട്ട് വെറുതെ എണീറ്റോ അല്ലെങ്കിൽ ടീച്ചറിന്റെ ക്ലാസ് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ആണെങ്കിലും ചെയ്തോ, ഒരു റിയാക്ഷൻ ഇല്ലാത്ത ടീച്ചറിന് ഒന്നും മനസ്സിലാക്കാനായിട്ട് പറ്റിയല്ല. അപ്പൊ നിങ്ങൾക്കായിട്ട് നല്ല ബുദ്ധിമുട്ടിയാണ് ഞാൻ ക്ലാസ് എടുത്ത് തരുന്നത്. അപ്പൊ ഇഷ്ടമായെങ്കിൽ അതിന്റെ ഒരു കമന്റ്, ഒരു ലൈക്ക് ഒക്കെ അവശേഷിപ്പിച്ചിട്ട് പോവുക കേട്ടോ. പറഞ്ഞു തീർത്തപ്പോഴാണ് ടീച്ചർ വിചാരിച്ചത് ഒരു പോയിന്റ് പറയാതെ പോയിട്ടുണ്ടെന്ന്. ഇവിടെ ഒരു സോഫ്റ്റ് അയൺ കോർ വെച്ചു. അപ്പൊ കുറച്ച് കുട്ടികളുടെ എങ്കിലും മനസ്സിൽ അതെന്തിനാ അവിടെ വെച്ചത് എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. അപ്പൊ അതുകൂടി പറഞ്ഞു തരാം. നമ്മൾ ഇതിനകത്ത് ചോദ്യോത്തരങ്ങളായിട്ട് വരുന്നത് ഓരോന്നിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെ ലിസ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. എല്ലാം ബുക്കിലേക്ക് എഴുതി എടുത്തേക്കണം. എന്റെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചവർക്ക് ഒരു പോയിന്റ് പോലും, ഒരു മാർക്ക് പോലും കുറഞ്ഞേക്കരുത്. സോഫ്റ്റ് അയൺ കോർ, ഒരു പച്ചിരുമ്പ് കോർ എന്ന് പറയാം. അതിന്റെ ഉള്ളിൽ എന്തിനാണ് വെച്ചതെന്ന്, അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫ്ലെക്സ് ലൈൻസ് പരമാവധി കോൺസെൻട്രേറ്റ് ചെയ്ത് ആ കോയിലിനുള്ളിൽ കൂടി തന്നെ പോകാൻ വേണ്ടിയാണ്. അങ്ങനെ പെർമിയബിലിറ്റി കൂടുതൽ എന്ന് പറയും. മാഗ്നറ്റിക് ഫ്ലക്സിനെ കടത്തിവിടാനുള്ള ആ കഴിവ്, അതിനാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ പെർമിയബിലിറ്റി ഏറ്റവും കൂടിയതാണ് സോഫ്റ്റ് അയൺ. അതുകൊണ്ടാണ് ഒരു അയൺ കോറിനെ അതിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെ വെക്കുന്നത് കൊണ്ട് ഫ്ലെക്സ് ഡെൻസിറ്റി ആ ഭാഗത്ത് മാക്സിമം ആക്കാനായിട്ട് പറ്റും. ഡിസൈർഡ് റീജിയനിൽ ഫ്ലെക്സ് ഡെൻസിറ്റി മാക്സിമം ആക്കാൻ വേണ്ടിയാണ് അവിടെ ഒരു സോഫ്റ്റ് അയൺ കോർ വെച്ചത്. മറ്റൊരു പ്രത്യേകതയും കൂടെയുണ്ട്. ആ സോഫ്റ്റ് അയൺ കോർ മാഗ്നറ്റൈസ് ചെയ്ത് പ്രവർത്തിക്കുന്നത് കറണ്ട് പാസ് ചെയ്യുമ്പോഴേ ഉള്ളൂ. അതിനുശേഷം ആ കറണ്ട് പാസ് ചെയ്ത് നമ്മൾ നിർത്തിയാലോ അപ്പോൾ തന്നെ അതിന്റെ മാഗ്നറ്റൈസിങ് ടെൻഡൻസി അപ്പം തന്നെ നഷ്ടമാകുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് അവിടെ സോഫ്റ്റ് അയൺ കോർ വെച്ചിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ നമ്മൾ ഉദ്ദേശിച്ചാൽ അവിടെ പരമാവധി മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫ്ലെക്സ് ലൈൻസ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ, അതിൽ കൂടി കടന്നു പോകാൻ വേണ്ടിയാണ് അവിടെ സോഫ്റ്റ് അയൺ കോർ വെച്ചിരിക്കുന്നത്. ഇന്നത്തെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ചോ എന്നും ഇതിനകത്ത് അത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൺ വേഡ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ ഇടുക. ശരിയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ് മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലാക്കുകയും ചെയ്യാമല്ലോ. ക്ലാസ്സിൽ നിന്ന് നന്നായിട്ട് പഠിച്ചോ? സിമ്പിൾ ആയിട്ട് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇതൊന്ന് അയച്ചൊക്കെ കൊടുക്കണം. ഇങ്ങനൊരു ക്ലാസ് ഉണ്ടെന്ന് എല്ലാവരോടും പറയണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.